നമസ്കാരം. നിലവിലെ ഭരണമുന്നണിയിലെ ആഭ്യന്തര പ്രതിസന്ധി ഇപ്പോൾ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മറ്റു മന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ നിർണായക ചർച്ച ധാരണയില്ലാതെ പരാജയപ്പെട്ടു. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു ചർച്ചയിലുടനീളം ഇരുപക്ഷവും സ്വീകരിച്ചത്. തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വഴി ഒരു പരിഹാരം ഉടലെടുക്കുമെന്ന മുന്നണിയുടെ പ്രതീക്ഷയ്ക്കാണ് ഇതോടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ കടുത്ത വിയോജിപ്പ് CPI തുറന്നറിയിക്കുകയും ഈ നിർണായക വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കാതെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുക എന്ന കടുപ്പമേറിയ രാഷ്ട്രീയ നിലപാടിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ യാതൊരു സമവായവും ഉണ്ടാകാതെ വന്നതോടുകൂടി വിഷയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്ന സൂചന നൽകിക്കൊണ്ട് ബിനോയ് വിശ്വം പുറത്തുവന്ന മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി നിലവിലെ പ്രശ്നപരിഹാരത്തിന് CPM തയ്യാറല്ലെങ്കിൽ മുന്നോട്ട് പോകാനില്ലെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. CPI ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ CPM ഇതുവരെ തയ്യാറില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന സുപ്രധാന തീരുമാനം അദ്ദേഹം അടിവരയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്രയധികം തന്ത്രപ്രധാനമായ ഒരു ഘടകകക്ഷി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് സർക്കാരിൻ്റെ ഐക്യത്തിലും സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിലുമൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ ഒരു നീക്കം CPI വിഷയം എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. 4 സുപ്രധാന വകുപ്പുകളാണ് CPIക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൈകാര്യം ചെയ്യാനുള്ളത്. അതിൽ GR അനിൽ ഭക്ഷ്യവകുപ്പ്, K ചിഞ്ചുറാണി ക്ഷീരവകുപ്പ്, K രാജൻ റവന്യൂ വകുപ്പ്, P പ്രസാദ കൃഷി വകുപ്പ് എന്നിങ്ങനെ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയും പൊതുജന താൽപ്പര്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് ഇവയെല്ലാം തന്നെ. മുന്നണി പ്രതിസന്ധിയിലാകുമ്പോൾ ഈ സുപ്രധാന വകുപ്പുകളുടെ പ്രവർത്തനം താറുമാറാകുമോ എന്ന സംശയം പൊതുസമൂഹത്തിലും ഭരണതലത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും CPI മന്ത്രിയായിട്ടുള്ള GR അനിൽ പാർട്ടി നിലപാട് കർശനമായിട്ട് പാലിക്കുമ്പോഴും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തെ ബാധിക്കില്ലെന്നതാണ് അഭിപ്രായപ്പെട്ടത്. എങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാനത്തെ CPI നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകി ദേശീയ നേതൃത്വവും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPI ദേശീയ സെക്രട്ടറി D രാജ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണം CPMന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതാണ്. ധാരണാപത്രം മരവിപ്പിക്കുകയോ പൂർണ്ണമായും പിൻവലിക്കുകയോ ചെയ്യുന്നതല്ലാതെ മറ്റൊന്നിനും CPI വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് CPIയുടെ അന്തിമ നിലപാടാണ് എന്ന വ്യക്തമായ സന്ദേശമാണ് CPM നേതൃത്വത്തിന് ഇപ്പോൾ നൽകുന്നത്. കൂടാതെ PM ശ്രീ പദ്ധതിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ഇത് BJP RSS കൂട്ടുകെട്ടിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പരോക്ഷമായ സ്വീകാര്യതയാണെന്നും ഫെഡറൽ വിദ്യാഭ്യാസ ധനസഹായം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകുമെന്നും വിലയിരുത്തി. ആലപ്പുഴയിൽ തിടുക്കത്തിൽ ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും എടുത്തിരിക്കുന്ന നിലപാട് അത് മുന്നണിയിലെ പ്രശ്നങ്ങളുടെ ആഴം വളരെ വ്യക്തമാക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ചയ്ക്കായി 2 തവണ മാറ്റിവെച്ച അതീവ പ്രാധാന്യമുള്ള വിഷയമായിട്ടുള്ള ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ സർക്കാർ രഹസ്യമായി ഒപ്പുവെച്ചതിനെ CPI ശക്തമായ രീതിയിലാണ് എതിർത്തിരിക്കുന്നത്. CPIM ഈ നടപടിയിലൂടെ സഖ്യരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ ലംഘിച്ചുവെന്നാണ് CPIയുടെ ആരോപണം. ഗുരുതരമായിട്ടുള്ള ഈ വീഴ്ച അവഗണിക്കാൻ കഴിയില്ലെന്നും മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഈ നടപടി അംഗീകരിക്കാൻ ആവില്ലെന്നും K രാജൻ അടക്കമുള്ള CPI നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ വിഷയം കേവലം ഒരു നയപരമായിട്ടുള്ള തർക്കത്തിനപ്പുറമായിട്ട് മുന്നണിയിലെ വിശ്വാസ്യതയുടെയും അതോടൊപ്പം തന്നെ കൂട്ടായ ചർച്ചയുടെയും പ്രശ്നമായി CPI ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള CPIയുടെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉടൻ തന്നെ പ്രശ്നപരിഹാരം കാണേണ്ടത് അത് CPMന് അനിവാര്യമായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വെല്ലുവിളികളും ഇപ്പോൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണി ഐക്യം തകർന്നു നിൽക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയേക്കാം. ഈ സാഹചര്യത്തിൽ അനുനയ നീക്കം ശക്തമാക്കാനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. നവംബർ 4-ാം തീയതി CPI സംസ്ഥാന സമിതി യോഗം നടക്കാനിരിക്കുകയാണ്. ഈ നിർണായക യോഗത്തിന് മുൻപായി LDF യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നപരിഹാരം കാണുവാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരത്തിലൊരു സംയുക്ത യോഗത്തിലൂടെ മാത്രമേ CPIയുടെ ഈ കടുത്ത നിലപാട് മയപ്പെടുത്താൻ സാധിക്കൂവെന്ന് CPM നേതൃത്വം കരുതുന്നു. അതേസമയം തന്നെ നിലവിലെ പ്രതിസന്ധിക്ക് ഭരണതലത്തിൽ ഒരു പരിഹാരം എന്ന നിലയിൽ മന്ത്രിതല ഉപസമിതി രൂപവൽക്കരിക്കാൻ സർക്കാർ തലത്തിൽ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് തുടരുന്ന CPIയുടെ
മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സമിതി രൂപവൽക്കരിക്കുക. ഈ സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. CPIക്ക് ഒരു മുഖം രക്ഷിക്കാനുള്ള അവസരം നൽകാനും പദ്ധതിയുടെ തുടർ നടപടികളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു അനുരഞ്ജന ശ്രമമാണിത്. എങ്കിലും ധാരണാപത്രം പൂർണ്ണമായി പിൻവലിക്കണമെന്ന CPIയുടെ കടുത്ത ആവശ്യം അംഗീകരിക്കാൻ CPM തയ്യാറാകാത്ത പക്ഷം ഈ നീക്കം എത്രത്തോളം ഫലപ്രദമാകും എന്ന് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഭരണപ്രതിസന്ധിയിലേക്ക് നീങ്ങിയിട്ടില്ലെന്ന് മന്ത്രിമാർ പറയുന്നുണ്ടെങ്കിലും പാർട്ടി പ്രതിസന്ധി ഇപ്പോൾ അതീവ ഗുരുതരമാണ്. മുന്നണിയെ പ്രതിസന്ധിയിലാക്കാൻ മന്ത്രിമാർ കച്ചകെട്ടി ഇറങ്ങിയെന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതൃപ്തരായിട്ടുള്ള CPI മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക ഓഫീസിലെ പണികൾ ത്വരിതപ്പെടുത്തുന്നതും മുൻകൂട്ടി കണ്ട പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒരു രാജിക്കുള്ള മുന്നൊരുക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇത് മുന്നണിയിലെ ഭിന്നത മന്ത്രിമാർ രാജിവെക്കുകയാണെങ്കിൽ ഒരു തുറന്ന ഭരണ പ്രതിസന്ധിയിലേക്ക് വഴിമാറാനുള്ള സാധ്യതകളാണ് ഇത് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ CPM സ്വീകരിക്കുന്ന അടിയന്തര നടപടികൾ അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിർണായകമായി മാറും.